ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളത്തിന്റെ ചില അടിസ്ഥാന വസ്തുതകളാണ്. അപ്പോൾ കേരളത്തിന്റെ മാപ്പാണിത്. ഇങ്ങനെ കേരളത്തിന്റെ മാപ്പ് നോക്കിയിട്ട് ജില്ലകളുടെ സ്ഥാനം മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കേരളത്തെ പറ്റി പഠിക്കാൻ പോകുമ്പോൾ ഫാക്ട്സ് അബൌട്ട് കേരള പഠിക്കുമ്പോൾ അതിൻ്റെ ഒരു മാപ്പ് കയ്യിലുണ്ടാവുന്നത് നല്ലതാണ്. കാരണം ഓരോ നദികളെ പറ്റിയായാലും വനങ്ങളെ പറ്റിയായാലും എന്ത് കാര്യം പഠിക്കുമ്പോഴാണെങ്കിലും അത് നമുക്ക് കണക്ട് ചെയ്ത് പറയാനായിട്ട് സാധിക്കും. ഏത് പ്രദേശത്താണെന്ന് നമുക്ക് ചില കാര്യങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഉത്തരം അറിയില്ലെങ്കിൽ പോലും അതിൻ്റെ പൊസിഷൻ നമ്മൾ ഊഹിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കും. സോ ഇതിൽ കാണിച്ചിരിക്കുന്നത് ഡിസ്ട്രിക്റ്റ് വൈസ് ഉള്ള ഡിസ്ട്രിക്ട് മാപ്പാണ് കാണിച്ചിരിക്കുന്നത്. ഇതിൽ നമുക്ക് താഴെ നിന്ന് തുടങ്ങാം. ആദ്യമുള്ളത് തിരുവനന്തപുരം അതിൻ്റെ ആസ്ഥാനം അല്ലെങ്കിൽ ഹെഡ് ക്വാർട്ടേഴ്സ് തിരുവനന്തപുരമാണ്. അതാണ് റെഡിൽ കാണിച്ചിരിക്കുന്നത്. ഹെഡ് ക്വാർട്ടേഴ്സ് എല്ലാം അങ്ങനെ ഒരു ഡോട്ട് ഇട്ടൊരു സർക്കിളാണ് കാണിച്ചിരിക്കുന്നത്, ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടേഴ്സ് എല്ലാം. അപ്പോൾ അതിൽ നമ്മുടെ സ്റ്റേറ്റിൻ്റെ ക്യാപിറ്റൽ ആണ് തിരുവനന്തപുരം, അതുകൊണ്ട് അത് മാത്രം റെഡിൽ കാണിച്ചിരിക്കുന്നു. ബാക്കി ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടേഴ്സ് എല്ലാം ഇങ്ങനെ കാണിച്ചിരിക്കുന്നു. അപ്പോൾ തിരുവനന്തപുരം കഴിഞ്ഞ് പിന്നെ കൊല്ലത്തിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് കൊല്ലം തന്നെ. ദെൻ പത്തനംതിട്ടയുടേത് പത്തനംതിട്ട. ദെൻ ആലപ്പുഴ. ദെൻ കോട്ടയം. ദെൻ കോട്ടയത്തിൻ്റെയും ആലപ്പുഴയുടെയും ഒക്കെ ഹെഡ് ക്വാർട്ടേഴ്സ് കോട്ടയം തന്നെ. ഇടുക്കിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് പൈനാവ്. ഓക്കെ, പൈനാവ് കഴിഞ്ഞ് അപ്പോൾ ഇടുക്കി കഴിഞ്ഞ് പിന്നെ എറണാകുളം. ദെൻ തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഡിസ്ട്രിക്റ്റുകൾ വരുന്നത്. നോക്കണം: തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ്. ഓക്കെ, സോ ഇതിനകത്ത് നമുക്കിനി നോക്കാനുള്ളത് ഇതിൻ്റെ അയൽ സംസ്ഥാനങ്ങൾ, നമ്മുടെ കേരളത്തിൻ്റെ അയൽ സംസ്ഥാനങ്ങളായിട്ട് വരുന്ന ഏതൊക്കെയാണ്? കർണാടകയും തമിഴ്നാടും. അപ്പോൾ തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന ഡിസ്ട്രിക്റ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ മലപ്പുറം കാണാം, ഇവിടെ വയനാട്, മലപ്പുറം, അതുപോലെ പാലക്കാട്, ഇടുക്കി, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം, ഇതിൻ്റെയൊക്കെ ഓരോ ബോർഡേഴ്സ് വന്നിട്ടുണ്ട്. തമിഴ്നാടിൻ്റേത്, കർണാടകത്തിൻ്റെ ആണെങ്കിൽ വയനാട്, കണ്ണൂർ, കാസർഗോഡ്, അങ്ങനെ ബോർഡേഴ്സ് വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ ഓർത്തു വെക്കുക. ദെൻ നമുക്ക് കേരളം രൂപീകൃതമായ വർഷം എന്നാണ്? 1956 നവംബർ 1 കേരളം രൂപീകൃതമായത്. അതിൻ്റെ വിസ്തീർണം എന്ന് പറയുന്നത് 38,863 കിലോമീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ ചതുരശ്ര കിലോമീറ്റർ ആണ്. ഇന്ത്യയുടെ ആകെയുള്ള വിസ്തീർണത്തിൻ്റെ ഒരു 1.18% മാത്രമാണ് കേരളത്തിൻ്റെ വിസ്തീർണം ആവുന്നുള്ളൂ. ഓക്കെ, അടുത്ത് വരുന്നത് തലസ്ഥാനം തിരുവനന്തപുരമാണ്. ഇതിൻ്റെ തീരദേശ ദൈർഘ്യം എത്രയാണ്? 580 കിലോമീറ്റർ ആണ് തീരദേശ ദൈർഘ്യമുള്ളത്. സമുദ്രതീരത്തോട് ചേർന്ന് കിടക്കുന്നത് 580 കിലോമീറ്റർ ആണ്. തെക്ക് വടക്ക് ദൈർഘ്യം മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അത് 560 കിലോമീറ്റർ ആണ്. ഓക്കെ, ഇനി കേരളത്തിൽ എത്ര ജില്ലകളുണ്ട്? ഇപ്പം നമ്മൾ ജില്ലകളിൽ കണ്ടു. ജില്ലകൾ 14 ജില്ലകളാണ് ഉള്ളത്. ഈ 14 ജില്ലകളിലും കൂടി 77 താലൂക്കുകളാണുള്ളത്. 77 താലൂക്കുകളാണ്. ഇനി എത്ര ഗ്രാമപഞ്ചായത്തുകൾ, എത്ര ബ്ലോക്ക് പഞ്ചായത്തുകൾ, എത്ര ജില്ലാ പഞ്ചായത്തുകൾ, അങ്ങനെ പഠിക്കണം. അപ്പോൾ ഗ്രാമപഞ്ചായത്തുകൾ 941. എത്ര ഗ്രാമപഞ്ചായത്തുകളാണുള്ളത്? 941 ഗ്രാമപഞ്ചായത്തുകളാണുള്ളത്. ഇനി ബ്ലോക്ക് പഞ്ചായത്തുകൾ അടുത്ത ഹയർ ലെവൽ 152 941 ഗ്രാമപഞ്ചായത്തുകളും 152 ബ്ലോക്ക് പഞ്ചായത്തുകളും അതുപോലെ 14 ജില്ലാ പഞ്ചായത്തുകളും. 14 ജില്ലകളാണല്ലോ ഉള്ളത്. അപ്പോൾ 14 ജില്ലാ പഞ്ചായത്തുകളും പിന്നെ മുനിസിപ്പാലിറ്റി പഞ്ചായത്തിൻ്റെ കാര്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ മുനിസിപ്പാലിറ്റി പറയാം. മുനിസിപ്പാലിറ്റികളെ 87 മുനിസിപ്പാലിറ്റികളുണ്ട്. അതുപോലെ കോർപ്പറേഷൻ, എത്ര കോർപ്പറേഷൻ ഉണ്ട്? 6 കോർപ്പറേഷൻ ഉണ്ട്. ഓക്കെ, ഇനി റവന്യൂ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ
26 റവന്യൂ ഡിവിഷൻസ് ഉണ്ട്. 26 റവന്യൂ ഡിവിഷൻസ് ഉണ്ട്. ഇനി കണ്ടോൺമെന്റ്, എത്ര കണ്ടോൺമെന്റ് ഉണ്ട്? ഒരു കണ്ടോൺമെന്റ് ആണുള്ളത്. കണ്ണൂരാണ് കണ്ടോൺമെന്റ് ഉള്ളത്. ഓക്കെ, മിലിറ്ററിയുടെ കണ്ടോൺമെന്റ് ഉള്ളത് എവിടെയാണ്? കണ്ണൂര്. ഇനി ആകെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, എത്ര എണ്ണം ഉണ്ട്? 1200 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ടോട്ടലായിട്ട് ഉള്ളത്. അപ്പോൾ ഇങ്ങനെ അത്യാവശ്യമുള്ള കാര്യങ്ങൾ ആ ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. ഓക്കെ, പിന്നെ പറയുന്നത് കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പം ഏതാണ്? എല്ലാവർക്കും അറിയായിരിക്കും, കണിക്കൊന്നയാണ് ഔദ്യോഗിക പുഷ്പം. കാസിയ ഫിസ്റ്റുല എന്നാണ് അതിന്റെ ശാസ്ത്രീയ നാമം, കാസിയ ഫിസ്റ്റുല. ഔദ്യോഗിക വൃക്ഷം ഏതാണ്? തെങ്ങിന്റെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് കൊക്കോസ് ന്യൂസിഫെറ എന്നാണ്. കൊക്കോസ് ന്യൂസിഫെറ. അടുത്തത് ഔദ്യോഗിക പക്ഷി എന്ന് പറയുന്നത് മലമുഴക്കി വേഴാമ്പലാണ്. അതിന് പറയുന്നത് ബുസെറോസ് ബൈക്കോണീസ് എന്നാണ്. ഔദ്യോഗിക മൃഗം ഏതാണ്? ആനയാണ്. എലിഫാസ് മാക്സിമസ് ഇൻഡിക്കസ് എന്നാണ് ആനയുടെ ശാസ്ത്രീയ നാമം. ഔദ്യോഗിക മത്സ്യം എന്ന് പറയുന്നത് കരിമീനാണ്. എട്രോപ്ലസ് സുറേറ്റൻസിസ് എന്നാണ് കരിമീൻ പറയുന്ന ഔദ്യോഗിക മത്സ്യം. എല്ലാത്തിൻ്റെയും ഈ പറഞ്ഞ പോലെ ശാസ്ത്രനാമം പഠിച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല, പറഞ്ഞതേ ഉള്ളൂ. അടുത്ത ഔദ്യോഗിക പാനീയമായിട്ട് കരുതുന്നത് കരിക്കിൻ വെള്ളമാണ്. ദേശീയോത്സവം കേരളത്തിന്റെ ദേശീയോത്സവം ആയിട്ട് കരുതുന്നത് ഓണമാണ്. അതുപോലെ ഔദ്യോഗിക ഫലം ചക്കയാണ്. ഈ ചക്ക എന്ന് പറയുന്ന ജാക്ക് ഫ്രൂട്ട് ഔദ്യോഗിക ഫലമായിട്ട് പ്രഖ്യാപിച്ചത് എന്നാണ്? ഇത് അടുത്തിടെ ആയതുകൊണ്ട് അത് ചോദിക്കാൻ സാധ്യതയുണ്ട്. 21 മാർച്ച് 2018 ജാക്ക് ഫ്രൂട്ട് അഥവാ ചക്ക ദേശീയ ഫലമായിട്ട് പ്രഖ്യാപിച്ചത്. ഇനി കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ ഏറ്റവും വലിയ ജില്ല ഏതാണ്? പാലക്കാടാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല. അതുപോലെ കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ചോദിച്ചാൽ അത് ആലപ്പുഴയാണ്. ഏറ്റവും വലിയ ജില്ല പാലക്കാട്, അതുപോലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ആലപ്പുഴയാണ്. നിങ്ങൾക്കത് കാണാൻ സാധിക്കും. ഇതാണ് ആലപ്പുഴ വരുന്നത് പിങ്ക് കളറിൽ. അതുപോലെ പാലക്കാടും കാണാൻ സാധിക്കും. ഏറ്റവും വലുതും ഏറ്റവും ചെറുതും കാണാം. ജനസംഖ്യ ഏറ്റവും കൂടിയ ജില്ല ഏതാണ്? ജനസംഖ്യ ഏറ്റവും കൂടിയത് മലപ്പുറമാണ്. അതുപോലെ ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ ജില്ല ചോദിച്ചാൽ അത് വയനാടാണ്. ഇനി കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള പഞ്ചായത്ത് ഏതാണ്? ഏറ്റവും വടക്കേ അറ്റത്തുള്ള പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ അത് കാസർഗോഡാണ്. അത് മഞ്ചേശ്വരം പഞ്ചായത്താണ് ഏറ്റവും വടക്കേ അറ്റത്ത്, ഏറ്റവും മുകളിലുള്ള, ഈ ഒരു മാപ്പ് കാണുമ്പോൾ ഏറ്റവും മുകളിലുള്ള പഞ്ചായത്ത് എന്ന് പറയുന്നത്. തെക്കേ അറ്റത്തെ പഞ്ചായത്ത് എന്ന് പറയുന്നത് തിരുവനന്തപുരത്തെ പാറശാല. ഇനി കടൽ തീരമുള്ള ജില്ലകളുടെ എണ്ണം എത്രയാണ്? കടൽ തീരമുള്ള ജില്ലകളുടെ എണ്ണം എത്രയാണ്? 9 എണ്ണമാണ് ഉള്ളത്. ഇവിടെ നിങ്ങൾക്ക് എണ്ണിയെടുക്കാൻ സാധിക്കും. ഇവിടെ വരുന്നു തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, അപ്പോൾ 3 എണ്ണമായി. പിന്നെ എറണാകുളം 4, തൃശ്ശൂർ 5, 6, 7, 8, 9. ഓക്കെ, അപ്പോൾ അങ്ങനെ ഈ കടൽ തീരമുള്ള ഈ ജില്ലകൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അത് എത്ര എണ്ണം ഉണ്ട്? അത് 9 എണ്ണം ഉണ്ട്. അപ്പം മാപ്പ് നമുക്ക് ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ അത് എഴുതാൻ സാധിക്കും. കടൽ തീരമുള്ള ജില്ലകളുടെ എണ്ണം 9. കടൽ തീരമില്ലാത്ത ജില്ലകളുടെ എണ്ണം എത്രയാണ്? അപ്പോൾ 9 എണ്ണമാണെങ്കിൽ ബാക്കിയുള്ളത് എത്രയാണ്? 5 എണ്ണമാണ്. മൊത്തം 14 ആണുള്ളത്. അതിൽ 9 എണ്ണം കടൽ തീരം ഉണ്ടെങ്കിൽ ബാക്കി 4 എണ്ണത്തിനാണ് കടൽ തീരം ഇല്ലാത്തത്. ഓക്കെ, കേരളത്തിൽ കടൽ തീരമില്ലാത്ത ജില്ലകൾ ഏതെല്ലാം? അപ്പോൾ ഓപ്ഷനിൽ തന്നിട്ട് കടൽ തീരമില്ലാത്ത ജില്ല എന്ന് ചോദിക്കും. അപ്പോൾ ഏതൊക്കെയാണ് ഇല്ലാത്തത്? ഇവിടെ നമുക്ക് കാണാം കടൽ തീരമില്ലാത്ത ജില്ലകൾ പത്തനംതിട്ട, അതുപോലെ കോട്ടയം എന്ന് പറയുന്ന ഈ സംസ്ഥാനത്ത് ജില്ലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ഡിസ്ട്രിക്റ്റാണ് കോട്ടയം എന്ന് പറയുന്നത്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, അതുപോലെ പാലക്കാട്, വയനാട് എന്നിവയൊക്കെ എന്താണ്? കടൽ തീരമില്ലാത്ത ജില്ലകളാണ്. ഓക്കെ, ഇനി കേരളത്തിൽ റെയിൽപാത ഇല്ലാത്ത 2 ജില്ലകളുണ്ട്.
കേരളത്തിൽ റെയിൽ പാതയില്ലാത്ത ജില്ലകൾ ഏതൊക്കെയാണ്? ഒന്ന് ഇടുക്കിയാണ്, മറ്റേത് വയനാടാണ്. ഇടുക്കിയിലും വയനാട്ടിലും റെയിൽ പാത ഇല്ല. അതിൻ്റെ ഭൂപ്രകൃതി അനുസരിച്ചിട്ടാണ് അവിടെ റെയിൽ പാത ഇതുവരെ കൊണ്ടുവരാത്തത്. റെയിൽ പാത ഇല്ലാത്ത ജില്ലകൾ. ഇനി കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏതാണ്? കേരളത്തിൻ്റെ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് തിരുവനന്തപുരമാണ്. സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് തൃശ്ശൂരാണ്. തൃശ്ശൂർ. അതുപോലെ കേരളത്തിൻ്റെ വ്യാവസായിക സംസ്ഥാനം, കൊമേഴ്ഷ്യൽ ക്യാപിറ്റൽ എന്നറിയപ്പെടുന്നത് ഏതാണ്? വ്യാവസായിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് എറണാകുളമാണ്. എറണാകുളം. അതുപോലെ ഇനിയും കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ഏതാണ് എന്ന് ചോദിച്ചാൽ പെരിയാറാണ്. അതുപോലെ ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതം ഏതാണ്? മംഗളവനമാണ് ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതം. മംഗളവനം എറണാകുളം ഡിസ്ട്രിക്റ്റിലാണ് ഉള്ളത്. കേരളത്തിലെ ആദ്യത്തെ ബാലസൗഹാർദ്ദ പഞ്ചായത്ത് ഏതാണ്? ആദ്യത്തെ ബാലസൗഹാർദ്ദ പഞ്ചായത്ത്. അപ്പോൾ ഇവിടെ ഞാൻ ഒരു കാര്യം സ്പെസിഫൈ ചെയ്ത് പറയുന്നതാണ്. ആദ്യത്തെ ബാലസൗഹാർദ്ദ പഞ്ചായത്ത് എന്ന് വരുന്നത് ഏതാണ്? നെടുമ്പാശ്ശേരിയാണ്. നെടുമ്പാശ്ശേരി. ഇനി ആദ്യത്തെ ശിശു സൗഹാർദ്ദ പഞ്ചായത്തുണ്ട്. ശിശു സൗഹാർദ്ദ പഞ്ചായത്ത്. അത് രണ്ടും മാറിപ്പോരുത്. അത് ഏതാണ്? തിരുവനന്തപുരത്തെ വെങ്ങാനൂരാണ്. വെങ്ങാനൂർ. അപ്പോൾ ആദ്യത്തെ ബാലസൗഹൃദ പഞ്ചായത്ത് നെടുമ്പാശ്ശേരി. കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹാർദ്ദ പഞ്ചായത്ത് വെങ്ങാനൂരാണ്. വെങ്ങാനൂർ. ശിശു സൗഹാർദ്ദം വെങ്ങാനൂർ, ബാലസൗഹാർദ്ദം നെടുമ്പാശ്ശേരി. ഇനി ഏറ്റവും ചെറിയ പക്ഷി സങ്കേതമാണ് ചോദിച്ചിരിക്കുന്നത്. ചെറുതേതാണ്? തട്ടേക്കാട് ഏറ്റവും വലുതാണ്. അതുപോലെ ഏറ്റവും ചെറുതേതാണ്? മംഗളവനമാണ്. മംഗളവനം എറണാകുളത്തുള്ളതാണ്. ഇനി കേരളത്തിലെ ഏക മയിൽ സംരക്ഷണ കേന്ദ്രം, മയിലുകളെ സംരക്ഷിക്കുന്ന കേന്ദ്രം ഏതാണ്? പാലക്കാടുള്ള ചൂളന്നൂർ. ചൂളന്നൂർ എവിടെയാണെന്ന് ചോദിച്ചിട്ട് കമ്പനി ബോർഡ് എക്സാമിന് ചോദിച്ചിരുന്നു. ചൂളന്നൂർ സംരക്ഷണ കേന്ദ്രം, വന്യജീവി സംരക്ഷണ കേന്ദ്രം എവിടെയാണെന്ന്. അപ്പോൾ ചൂളന്നൂർ എന്ന് പറയുന്നത് പാലക്കാടാണ്. ഏറ്റവും വലിയ പക്ഷി സങ്കേതം തട്ടേക്കാടാണ്. ഏറ്റവും ചെറുതും എറണാകുളത്ത് തന്നെയുള്ള മംഗളവനത്താണ്. ഇനി കേരളത്തിൽ ഏറ്റവും കൂടുതൽ മണ്ണിനെ പറ്റി പറയാം. ഏറ്റവും കൂടുതൽ കളിമണ്ണ് നിക്ഷേപമുള്ളത് എവിടെയാണ്? ഏറ്റവും കൂടുതൽ കളിമണ്ണ് നിക്ഷേപമുള്ളത് കുണ്ടറയിലാണ്. കുണ്ടറയിലാണ് ഏറ്റവും കൂടുതൽ കളിമണ്ണ് നിക്ഷേപം ഉള്ളത്. അതുപോലെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കറുത്ത മണ്ണ് കാണപ്പെടുന്നത് എവിടെയാണ്? കറുത്ത മണ്ണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ചിറ്റൂരാണ്. ചിറ്റൂര്. പാലക്കാട് ചിറ്റൂരാണ് ഏറ്റവും കൂടുതൽ കറുത്ത മണ്ണ് കാണപ്പെടുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചുണ്ണാമ്പ് കല്ല് കാണപ്പെടുന്നത് എവിടെയാണ്? ഏറ്റവും കൂടുതൽ ചുണ്ണാമ്പ് കല്ല് കാണപ്പെടുന്നത് വാളയാറാണ്. വാളയാറ്. ഇനി നമ്മൾ ആദ്യം വടക്കേ അറ്റത്തെ പഞ്ചായത്ത് പറഞ്ഞു. ഇനി വടക്കേ അറ്റത്തെ താലൂക്ക് ചോദിച്ചാലും അതും മഞ്ചേശ്വരം തന്നെയാണ്. പക്ഷെ തെക്കേ അറ്റത്തെ പഞ്ചായത്ത് നമ്മൾ പാറശാലയാണ് പറഞ്ഞത്. തെക്കേ അറ്റത്തെ താലൂക്ക് നെയ്യാറ്റിൻകരയാണ്. ഇനി ഏറ്റവും വലിയ ദേശീയ ഉദ്യാനം, നാഷണൽ പാർക്ക് ഇരവികുളമാണ്. ഏറ്റവും ചെറിയ നാഷണൽ പാർക്ക് അഥവാ ദേശീയ ഉദ്യാനം പാമ്പാടും ചോലയാണ്. പാമ്പാടും ചോല. ഓക്കെ, അപ്പോൾ ഇത്രയും വെച്ച് നമുക്ക് ആദ്യത്തെ ഈ പാർട്ട് നിർത്താം. കേരളത്തിൻ്റെ ബേസിക് ഫാക്ട്സിനെ പറ്റിയുള്ള അടുത്ത ലെസണും കൂടി നിങ്ങൾ കാണണം. അടുത്ത ലെസണിൽ ഇത് കൂടാതെ ബാക്കി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.